നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എ ബിഗ് മാച്ച്, വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ തകർപ്പൻ പോരാട്ടത്തിനാണിന്ന് വാങ്കഡയിൽ അരങ്ങൊരുങ്ങുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7 മണിക്ക് ആദ്യ പന്തെറിയും. ആര് വിജയിക്കും, ആര് ഫൈനലിലേക്ക് കടന്നു പോകും, ആരാധകർ വളരെ ആകാംക്ഷയിലാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ. പലവട്ടം നമ്മൾ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കണ്ടൊരു പോരാട്ടം വീണ്ടും നമ്മൾ കാണുന്നു. ആർക്കാണ് ആധിപത്യം, ആർക്കാണ് മുൻതൂക്കം? ഉറപ്പാണത് ടീം ഇന്ത്യക്ക് തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ കണ്ടീഷനുകളിൽ നമുക്ക് തന്നെയാണ് ആധിപത്യം. പക്ഷേ ഇംഗ്ലണ്ടിനെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റില്ല. അവരുടെ ഈ ഒരു ടൂർണമെൻറ്റിലെ ജേണി അത്ര സുഖകരമായിരുന്നില്ല എന്നത് ശരിയാണ്. വിന്നിങ് അഗ്ലി എന്ന രൂപത്തിലാണ് അവർ വിജയിച്ച് കയറുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ അട്ടിമറിക്ക് തൊട്ടരികിൽ അവർ എത്തിയിരുന്നു. നേപ്പാൾ അവരെ ശരിക്കും വിറപ്പിച്ചു. ഇറ്റലിയും ഒരു പരിധിവരെ വിറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണെങ്കിലും മുന്നോട്ട് വന്നപ്പോൾ അവർ വിന്നിങ് എന്നുള്ളത് എങ്ങനെ ചെയ്യണം, അത്യാവശ്യ ഘട്ടങ്ങളിൽ എങ്ങനെ പതർച്ചയില്ലാതെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കാണിച്ചു തന്നു. ഏതായാലും അവരിപ്പോൾ സെമി ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് മേൽ അവരെന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നാണ് അറിയേണ്ടത്. വാങ്കഡയാണ്, എന്തും സംഭവിക്കാം. റണ്ണൊഴുകുന്ന പിച്ചാണ്. അതേസമയം ഷോർട്ട് ബൗണ്ടറീസാണ്, നല്ല ചൂടുണ്ട്, ഡ്യൂ ഉണ്ടാകും. എല്ലാം സംഭവിക്കുന്നൊരിടത്ത് എന്ത് പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കുറച്ച് എറർ ആര് വരുത്തുന്നോ അവർ വിജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റും. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഡെപ്ത് അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മികച്ച ബൗളിംഗ് നിരയുമുണ്ട്. ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ നമ്മുടെ ബാറ്റിംഗ് ക്ലിക്കാവുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതിപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ വന്നതോടുകൂടി ബാറ്റിങ്ങിന് അത് കൂടുതൽ കരുത്ത് പകർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരമൊക്കെ കണ്ടില്ലേ, സഞ്ജു എങ്ങനെയാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത്. വെസ്റ്റ് ഇൻഡീസിനെ അദ്ദേഹം ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിച്ച രൂപത്തിലാണ് ആ ഒരു ഇന്നിങ്സ് വന്നത്. 97 നോട്ട് ഔട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ സഞ്ജു സാംസൻ്റെ പ്രകടനം. അഭിഷേകിൻ്റെ ഫോമാണ് ഒരു ആശങ്ക. 3 ഡക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 50 അടിച്ചെങ്കിലും കഴിഞ്ഞ കളി വീണ്ടും 10 റൺസിന് മടങ്ങി. അപ്പോൾ അഭിഷേകും ഇഷാൻ കിഷനും ഒക്കെ വീണ്ടും ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്. സൂര്യയും തിലകുമൊക്കെ പിന്നാലെ വന്ന് മിന്നേണ്ടതും അത്യാവശ്യമാണ്. സഞ്ജു അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി അതില്ല എന്ന് പലരും അദ്ദേഹത്തിനെതിരെ പറയാറുണ്ടല്ലോ. ആ പറച്ചിൽ തെറ്റാണ് എന്ന് ഇന്ന് തെളിയിക്കട്ടെ. ഏതായാലും ഒരു കിടിലൻ പോരാട്ടത്തിനുള്ള വഴി ഒരുങ്ങുമ്പോൾ ടീം ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തും. ഇംഗ്ലണ്ടിനും നോക്കുക, ഇപ്പോൾ ജോസ് ബട്ട്ലറുടെ ഫോമൊക്കെ അവർക്കൊരു ആശങ്കയാണ്. ഇന്നിപ്പോൾ ബട്ട്ലർ ഫോം ആകുമോ കണ്ടറിയാം. ഏതായാലും ടീം ന്യൂസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യ സെയിം 11, അതായത് വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് നമ്മൾ പറഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച സെയിം 11 കൊണ്ട് ടീം ഇന്ത്യ ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ 11 അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. ഇംഗ്ലണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ വിജയിച്ചത് രഹാൻ അഹമ്മദിൻ്റെ ആ ഒരു മികവിൽ കൂടിയാണല്ലോ. പക്ഷേ രഹാൻ സംശയമില്ല ഇംഗ്ലണ്ടിൻ്റെ ഭാവി താരമാണ്. എന്നാൽ ഈ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. ജെയ്മി ഒവേർട്ടൻ തന്നെ അവരുടെ ഓൾറൗണ്ടർ സ്പോട്ടിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. മറ്റു മാറ്റങ്ങൾക്കൊന്നും വലിയൊരു സാധ്യത കാണുന്നില്ല. എന്തായാലും ഇപ്പോൾ ബട്ട്ലർ സ്ട്രഗിൾ ചെയ്യുന്നു. അദ്ദേഹത്തെ മാറ്റി ഡക്കറ്റിനെ കൊണ്ടുവരുമോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ ബട്ട്ലർ തന്നെ സെമി ഫൈനലിൽ കളിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ അനുഭവ സമ്പത്തൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലണ്ട് പ്ലാൻ ഇടുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം 11ലേക്ക് പോയാൽ ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ, ഹാരി ബ്രൂക്ക്, ജേക്കബ് ബെത്തൽ, ടോം ബാൻഡൺ, സാം കഴൻ, വിൽ ജാക്സ്, ജെയ്മി ഒവേർട്ടൻ, ലിയാം ഡോസൻ, ജോഫ്രെ ആർച്ചർ, ആദിൽ റഷീദ്. സോ കട്ടക്ക് പോരാട്ടം ഒരുങ്ങുന്ന ഒരു മത്സരമാണ് എന്നർത്ഥം. മികച്ച രൂപത്തിലുള്ള ഒരു കളി നമുക്ക് പ്രതീക്ഷിക്കാം. ഒടുവിൽ ടീം ഇന്ത്യ വിജയിച്ച് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.